ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ബൊറൂട്ടോൺ ടീം അവരാണെങ്കിൽ ഫൈനൽ എക്സാമിന്റെ ഇൻസ്ട്രക്ഷൻസ് അതങ്ങനെ കേട്ട് നിൽക്കുകയാണ്. നറൂട്ടോയും ഷിക്കമരുവും അവർ മൂന്ന് പേരും എക്സാമിന്റെ ഇൻസ്ട്രക്ഷൻസ് അത് കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്ത് അതിൽ ജയിക്കുന്ന 5 പേരായിരിക്കും ഫൈനലി ചുനിയനായിട്ട് മാറുക. മാത്രമല്ല ചിലപ്പോൾ ടീമിലുള്ളവർ തന്നെ പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. കോമ്പറ്റീഷന്റെ അന്ന് മാത്രമായിരിക്കും നിങ്ങൾ ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുക എന്ന് ഡിക്ലെയർ ചെയ്യുക. സോ അതിനു മുൻപ് വരെ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് എടുക്കാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. ഇവിടെ മെറ്റല്ലി അവനാണെങ്കിൽ ഒരുപാട് സങ്കടത്തിൽ കരയും. ടീമിലുണ്ടായിരുന്ന 2 പേരും ജൂനിയൻ എക്സാം പാസ്സായി, പക്ഷെ അവൻ മാത്രം ഫെയിലായി പോയിരിക്കുകയാണ്. കട്ട് ചെയ്ത ബൊറൂട്ടോ ടീമിനെ കാണിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ പറയും, ഞാൻ കരുതിയത് ഞാനെന്ന് ജൂനിയനായി എന്നാണ്. പക്ഷെ അവസാനത്തെ സമയത്ത് ആ ട്വിസ്റ്റ് അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഫൈനൽ ടെസ്റ്റിൽ തീർച്ചയായിട്ടും ഞാൻ പാസ്സാവും. അത് കേട്ട് സാറുടെ പറയും, നീ മാത്രമല്ല ഞാനും തീർച്ചയായിട്ടും പാസ്സാവും. എൻ്റെ എയിം പോലും ഒരു ഹൊക്കാഗെയായി മാറുക എന്നതാണ്. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കോമ്പറ്റീഷൻ. എത്രയും വേഗം എനിക്കൊരു ചുനിയനായി തീരണമെന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ മീറ്റ്സുകയെ നോക്കും. നിനക്കെന്തു പറ്റി? നിനക്ക് ഒരു ചുനിയനായിട്ട് മാറണ്ടേ? അതിനവൻ പറയും, എനിക്കും ഒരു ചുനിയനായിട്ട് മാറണം. എനിക്ക് മാത്രമല്ല നമ്മുടെ ടീമിലുള്ള 3 പേരും ചുനിയൻസായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് അതിനുവേണ്ടി ശ്രമിക്കാമെന്ന് പറയും. അങ്ങനെ അവർ 3 പേരും ഫീസ്റ്റ് ബോംബ് അടിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ബൊറൂട്ടോ കുട്ടപ്പൻ അവനാണെങ്കിൽ പുതിയ ഡ്രസ്സും ഷൂ ഒക്കെ ഇട്ട് ട്രെയിനിങ്ങിന് പോകാൻ തയ്യാറാവുകയാണ്. ബാബയാണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് ഇപ്പോൾ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. നീ ഇത്ര രാവിലെ ഇതെവിടേക്കാ? അതിന് ബൊറൂട്ടോ പറയും, ഞാൻ ട്രെയിനിങ് എടുക്കാൻ പോവാണ്. ഈ എക്സാമിന് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അതിനുവേണ്ടി എനിക്ക് ഇന്നു മുതൽ ട്രെയിനിങ് എടുത്തേ പറ്റൂ. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീയും എന്നോടൊപ്പം വായോ. ആണെങ്കിൽ അല്പസമയം ആലോചിക്കും. അതിനുശേഷം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അകത്തേക്ക് തന്നെ പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ഇവാബയും മെഹങ്കിയും അവർ 2 പേരും ഒരുപാട് വിഷമത്തിൽ കടന്നു വരികയാണ്. കാരണം അവരുടെ ടീമിലെ മെറ്റലിലേക്ക് മാത്രം സെക്കൻഡ് റൗണ്ട് അത് പാസ്സാവാനായിട്ട് കഴിഞ്ഞില്ല. 10 നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് മെറ്റല്ലി അവരുടെ അടുത്തേക്ക് വരികയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഫേസ് ചെയ്യാൻ ഒരുപാട് മടിയുണ്ടല്ലേ. ഇപ്പോൾ ഞാൻ ഫെയിൽ ആയതിൽ യാതൊരു വിഷമവും ഇല്ല. കാരണം നമ്മുടെ ടീമിൽ നിങ്ങൾ 2 പേര് പാസ്സായി. നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ചുനിയനായിട്ട് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ടൈജിപ്സുവിലും മാസ്റ്ററാണ്. സോ എന്നെ കൊണ്ട് പറ്റും പോലെ ടൈജിപ്സുയുടെ ട്രെയിനിങ് അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നടന്നു വരും. എങ്കിയാണെങ്കിൽ അവരുമായിട്ട് സ്ട്രെയിറ്റ് കട്ടാസ്കിയുടെ ലാബിലേക്ക് വരും. കട്ടാസ്കി അവർക്ക് സയന്റിഫിക് നിഞ്ച ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ ഒരു ബേസ് കാണിച്ചു കൊടുക്കും. കട്ടാസ്കി ആണെങ്കിൽ ആള് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് സാധനങ്ങൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ഡെങ്കി പറയും, എനിക്ക് സാധനങ്ങളൊന്നും ആവശ്യമില്ല, എനിക്ക് ആവശ്യമായത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യും. അതിന് കുറച്ച് റോ മെറ്റീരിയൽസും നിങ്ങളുടെ സഹായവും അത് മാത്രമാണ് ആവശ്യം. അത് കേട്ട് മെറ്റല്ലി ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കും. നിങ്ങൾ എന്തൊക്കെ വെച്ച് എന്നെ അറ്റാക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കരുത്തും അതുപോലെ തന്നെ സയന്റിഫിക് നിഞ്ച ടൂൾസിന്റെ സഹായത്താലും എന്നോട് ഫൈറ്റ് ചെയ്യാം. ടൈജിപ്സ് ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് അത് തരൂന്ന് പറഞ്ഞ് അവനങ്ങനെ ചാടി നിൽക്കും. ഇവാബയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. ഒരു പക്ഷേ നമുക്ക് ടീം 7നെയാണ് ഓപ്പണന്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഫൈറ്റ് വളരെ ടൈ ആയിരിക്കും. വസാബിയാൻ ടീം അവർ സിമ്പിളാണ്, അവരെ കിട്ടിയ ഈസി ആയിട്ട് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ് ഇവാബ് ചിരിക്കും. അതിനുശേഷം അവർ 3 പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഓരോരോ കാൻഡിഡേറ്റ്സിനെ കുറിച്ചും സംസാരിക്കാനായിട്ട് തുടങ്ങും. അവരുടെ പവർ, വീക്ക്നെസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ കാര്യമായിട്ട് ഡിസ്കഷൻ നടത്തുമ്പോൾ ഇപ്പോൾ ഡോക്ടർ കട്ടാസ്കി ആൾ അവിടേക്ക് വന്ന് അവരുടെ എക്യുപ്മെന്റ്സും നടത്താനുള്ള റൂമും എല്ലാം സെറ്റാണെന്ന് പറയും. മെറ്റല്ലി ആണെങ്കിൽ ഡെങ്കിയോട് ഫൈറ്റിന് റെഡിയാണെന്ന് പറയും. അതിന് ഡെങ്കി അവനെ നോക്കി ചിരിക്കുകയാണ്. ട്രെയിനിങ് തുടങ്ങേണ്ട താമസം ഡെങ്കി ക്രിയേറ്റ് ചെയ്ത സയന്റിഫിക് ടൂള് അതുപയോഗിച്ച് പഞ്ച് ചെയ്ത് ഇപ്പൊ മെറ്റല്ലിയെ ഇടിച്ച് തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് ഷിക്കട അവനാണെങ്കിൽ അവൻ്റെ ടീംമേറ്റ്സുമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പപ്പ പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചായിരിക്കും അത് ഡിസ്കസ് ചെയ്യുക. ഷിക്കടയാണെങ്കിൽ അതിനുശേഷം വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കും. പക്ഷെ ചോച്ചോ അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫുഡ് അടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈനോജിനാണെങ്കിൽ ടെൻഷനാവും. ചോച്ചോ നീ ഇത് കേൾക്കുന്നില്ലേ? നമ്മൾ 3 പേരും ഡിസ്കസ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത്. ഉടനെ ചോച്ചോ പറയും, ഇത്രയും നല്ല ഫുഡ് ഉള്ളപ്പോൾ ഞാൻ ആദ്യം അത് തിന്നു തീർക്കട്ടെ, അതിനുശേഷം നമുക്ക് ഡിസ്കഷനൊക്കെ നടത്താം. ചോച്ചോ ആണെങ്കിൽ നിർത്താതെ ഓരോരോ ഐറ്റംസ് ആയിട്ട് ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടേയിരിക്കും. അതിൽ കൺട്രോൾ പോയ ഈനോജിൻ ഇപ്പൊ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സു അതുപയോഗിച്ച് ചോച്ചോയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഈനോജിനാണെങ്കിൽ ബോധം പോവും. അവന്റെ സോള് ഇപ്പൊ അവളുടെ ബോഡിയിലേക്ക് വന്ന് അവളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവളാണെങ്കിൽ അവളുടെ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് ഈനോജിനെ ഇജക്ട് ചെയ്ത് ആ ഫുഡ് മുഴുവൻ തിന്നു തീർക്കും. ഈനോജിന്റെ അവസ്ഥ കണ്ട് ഷിക്കട ചിരിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് അവരുടെ പഴയ മെമ്മറീസ് അതെല്ലാം ആലോചിക്കും. ഒരുമിച്ച് കളിച്ചതും ഒരുമിച്ച്
ഒരുമിച്ച് പഠിച്ചതും വളർന്നു വന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെപ്പോഴും ഒന്നിച്ച് തന്നെയായിരുന്നു. ഷിക്കട ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവരോട് പറയും, ഇന്നത്തെ ബില്ല് അത് ഞാൻ കൊടുക്കും, ഇത് എൻ്റെ ഒരു ട്രീറ്റാണ്, തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരു ജുനിയൻസായി മാറണം. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് അവിടുന്ന് പിരിയാണ്. ചോച്ചോയും ഈനോജിനും അവർ രണ്ടുപേരും ഷിക്കടയെക്കുറിച്ച് സംസാരിക്കും. ഷിക്കട അവൻ വളരെ കൂളാണ്, അവൻ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും ജുനിയൻസ് ആവണം. ചോച്ചോ ആണെങ്കിൽ ഷിക്കടയെക്കുറിച്ച് പറയും, എനിക്ക് ആക്ച്വലി അവന് ഒത്തിരി ഇഷ്ടമാണ്, എസ്പെഷ്യലി അവൻ്റെ ക്യാരക്ടർ. ചുനിയനായിട്ട് ഇത്രയും കാലമായിട്ടും അവൻ ഇതുവരെ ആ കോട്ട് ധരിച്ചു വന്നിട്ടില്ല. നമ്മുടെ ഇടയിൽ ആ കോട്ട് ധരിച്ച് നിൽക്കാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരും ജുനിയൻസ് ആയതിനു ശേഷം മാത്രമേ അവൻ ആ കോട്ട് ധരിക്കൂ. ഞാൻ അവൻ്റെ വീട്ടിൽ അവനൊരു ഹാങ്കറിൽ അത് വളരെ സേഫാക്കി ഇട്ടിരിക്കുന്നത് കണ്ടിരുന്നു, അവൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഷായിയാണെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവർക്ക് ജുനിയൻ എക്സാമിനെ കുറിച്ച് ചില ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ്. അവർ സായിയോട് പറയും, തീർച്ചയായിട്ടും ഞങ്ങൾ ഈ എക്സാമിൽ ജയിക്കും, കാരണം എൻ്റെ മാസ്റ്റർ നിങ്ങളാണ്, സോ ഞങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് ഓപ്സിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നും ട്രെയിനിങ് തന്നും ഞങ്ങളെ കൂടുതൽ പവർഫുള്ളാക്കി മാറ്റി. മറ്റൊരു ഭാഗത്ത് സുബാക്കിയും വസാബിയും അവർ രണ്ടുപേരും അവരുടെ ക്യാറ്റ് പവറൊക്കെ ഉപയോഗിച്ച് പരസ്പരം ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് എടുക്കും. അടുത്ത നിമിഷം ഒരു കഴുകൻ അങ്ങനെ പറന്നു വന്ന് ഒരു ലെറ്റർ അവർക്കിടയിൽ ഇടുകയാണ്. ആ ലെറ്റർ ആണെങ്കിൽ സുബാക്കിക്ക് വന്നതാണ്. ലെറ്റർ ചെക്ക് ചെയ്യും, ലാൻഡ് ഓഫ് ഫയലിൽ നിന്നാണ് ആ ഒരു ലെറ്റർ വന്നിരിക്കുന്നത്. അവളാണെങ്കിൽ അവരെയും കൂട്ടി ഇപ്പോൾ ബർഗർ ഷോപ്പിലേക്ക് വരും. അതിനുശേഷം ആ ലെറ്ററിലുള്ള കാര്യം അവരെ അറിയിക്കുകയാണ്, ഞാൻ വളരെ ലക്കിയാണ്, എത്രയും വേഗം തിരികെ എൻ്റെ വീട്ടിലേക്ക് പോകണം, അവിടെയുള്ള ഗ്യാങ്ങിൽ എന്നെ ടീം ലീഡറായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്, നിങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. അത് കേട്ട് അവർ രണ്ടുപേരും സാഡ് ആവുകയാണ്. ഇങ്ങനെ ഒരു നിമിഷത്തിൽ അവളെ വിട്ടു പിരിയാനായിട്ട് അവർക്ക് മനസ്സ് വരില്ല. പക്ഷേ അവളുടെ സന്തോഷത്തിന് മുൻപിൽ അവരുടെ സാഡ്നെസ് അത് മറച്ചു പിടിച്ച് അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നീ പോകണം, ഗ്രാമത്തിന് ഇപ്പം നിന്നെ ആവശ്യമുണ്ട്, അവിടെയാണ് നീ ഒരു ലീഡറായിട്ട് തുടരേണ്ടത്. അതിനവള് പറയും, എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ എന്നെ ഹാപ്പിയാക്കി. തീർച്ചയായിട്ടും ജൂനിയൻ എക്സാമിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിജയിച്ചിട്ട് ശേഷം കൈവരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ തിരികെ എൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയുള്ളൂ. പിന്നെ ഇവാബയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവരെ കളിയാക്കി വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളെ കൊണ്ട് ജുനിയനാകാൻ കഴിയില്ല. അത് കേട്ട് വസാബിക്ക് കലിയിളകി ഇപ്പൊ ഇവാബയോട് 1-ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് പൊരിഞ്ഞ് തർക്കം. പിന്നെ ഡെങ്കി ആണെങ്കിൽ അവിടേക്ക് വന്ന് രണ്ട് ടീമിനെ പിടിച്ചു മാറ്റുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സാരഡ, അവളാണെങ്കിൽ സാസുകയോട് അഡ്വൈസ് ചോദിക്കും. അതിന് സാസുക പറയും, എന്റെ അഡ്വൈസിന്റെ ആവശ്യം നിനക്കില്ല, ഓൾറെഡി നീ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്യാനും വിവേകത്തോടെ പ്രവർത്തിക്കാനും ഉള്ള കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നീ എല്ലാത്തിനും തയ്യാറായിട്ടിരിക്കണം. എനിക്ക് ഓൾറെഡി എൻ്റെ റണ്ണിങ് കണ്ണ് നഷ്ടപ്പെട്ടു, പക്ഷേ എന്നിട്ടും എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. സോ എന്ത് വേണമെങ്കിലും നഷ്ടപ്പെടാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അത് കേട്ട് സാറുടെ ഓക്കെ പറഞ്ഞ് ിലൂടെ അങ്ങനെ നടന്നു വരികയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പ ശബ്ദം കേൾക്കുക. അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അവിടെ ചോച്ചോ അവള് മരത്തിലൊക്കെ ആഞ്ഞടിച്ച് അങ്ങനെ ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുകയാണ്. സാറുടെ ആണെങ്കിൽ ചോച്ചോയുടെ അടുത്തേക്ക് വന്ന് അവളുമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ചോച്ചോ അവളാണെങ്കിൽ അവളുടെ ടീമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വാ തോരാതെ സാറുടെയോട് പറയുകയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ ഹാപ്പി ആയിട്ട് കടന്നു പോകും. ബൊറൂട്ടോ ആണെങ്കിൽ നൈറ്റ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാണ്. നെയ്ച്ചിക അവനവൻ്റെ പൂച്ചയുമായിട്ട് സ്പെൻഡ് ചെയ്യും. ചോച്ചോ ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ ഫുഡൊക്കെ അടിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ 4 പേര് ആയുധങ്ങളൊക്കെ ആയിട്ട് ലീഫ് വില്ലേജിലേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.